എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ എല്ലാവർക്കും പ്രശ്നം അറിയാം. കൊറോണ തന്നെയാണ് ഇന്ത്യയിലുള്ള എല്ലാവരുടെയും പ്രശ്നം. കൊറോണ വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത് ശരീരത്തിലെ ഓക്സിജൻ ലെവലിൻ്റെ മാറ്റമാണ്. നമ്മൾ ടോപ്പിക്കിൽ കൊടുത്ത പോലെ തന്നെ ഈ പൾസ് ഓക്സിമീറ്റർ ആണ് ഇന്നത്തെ ടോപ്പിക്ക്. പൾസ് ഓക്സിമീറ്റർ എന്താണ്? പൾസ് ഓക്സിമീറ്റർ എന്തിനാണ് നമ്മൾ പൾസ് ഓക്സിമീറ്റർ യൂസ് ചെയ്യുന്നത്? അതുമാത്രമല്ല, എങ്ങനെ യൂസ് ചെയ്യണം, യൂസ് ചെയ്യുമ്പോൾ എടുക്കുന്ന പ്രിക്കോഷണറി സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അതുപോലെ അതിൻ്റെ റീഡിങ്സിൻ്റെ ലെവൽസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരു കാര്യം പറയാം, ഈ വീഡിയോ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്, ഒരു മെഡിക്കൽ ഇതായിട്ടല്ല. ഇതൊരു ഇൻഫർമേഷനായിട്ട് എടുക്കണം. എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡോക്ടറുമായിട്ട് തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്യണം. ഒരു വീഡിയോയിലേക്ക് ഇത് പൾസ് ഓക്സിമീറ്റർ ആണ് ഈ എൻ്റെ കയ്യിലുള്ളത്. ഈ പൾസ് ഓക്സിമീറ്റർ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലെ ഓക്സിജൻ ലെവൽ അളക്കും. ഒരു വേദനയോ ഒന്നുമില്ലാതെ, അതായത് ബ്ലഡൊന്നും വെളിയിലെടുക്കാതെ തന്നെ, വേദനയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പൾസ് ഓക്സിമീറ്ററിലൂടെ ഓക്സിജൻ്റെ അളവെടുക്കാം. നമ്മുടെ ശരീരത്തിലേക്ക് ഹാർട്ട് എത്രമാത്രം ഓക്സിജൻ ബ്ലഡ് പമ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് നോക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അറ്റത്തുള്ള അവയവത്തിൽ, കയ്യിലെ ചൂണ്ടുവിരലോ നടുവിരലിലോ ആണ് ഇത് ഘടിപ്പിക്കേണ്ടത്. ഈ ഘടിപ്പിക്കേണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് ഒരു ലൈറ്റാണ്. ഈ ലൈറ്റ് നമ്മുടെ ശരീരത്തിനകത്ത് കടത്തി വിടുമ്പോൾ അതിൽ ഓക്സിജനേറ്റും ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള വെച്ച് കണ്ടുപിടിക്കും. അങ്ങനെയാണ് ഈ ഓക്സിജൻ്റെ എക്സാക്ട് റീഡിങ്, ബ്ലഡിലെ ഓക്സിജൻ്റെ റീഡിങ്സ് ഇത് കണ്ടുപിടിക്കുന്നത്. കയ്യിലെ നിറത്തിൽ നെയിൽ പോളിഷ് പറ്റില്ല, ആർട്ടിഫിഷ്യലായിട്ടുള്ള നെയിൽ വയ്ക്കാൻ പാടില്ല. നമ്മുടെ കൈ വന്നിട്ട് എപ്പോഴും നോർമൽ ടെമ്പറേച്ചറിലായിരിക്കണം എന്നുള്ളതും നമുക്ക് ഒരു വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കൈ എപ്പോഴും നോർമൽ ടെമ്പറേച്ചറിലായിരിക്കണം. ഇതെടുക്കുന്ന മുമ്പ് നമ്മളൊരു 5 മിനിറ്റ്സ് റെസ്റ്റൊക്കെ എടുക്കണം. റെസ്റ്റൊക്കെ എടുത്ത ശേഷം വേണം ഇതെടുക്കാൻ. കൈ നല്ല വൃത്തിയായിരിക്കണം. നോർമൽ ടെമ്പറേച്ചറിലും കൈ നല്ല വൃത്തിയായിട്ട് ഇരിക്കണം. കൈയും ആ വിരലുകളെല്ലാം വൃത്തിയായി ഇരിക്കണം. ഇതാണ് ഇതെടുക്കുന്ന മുമ്പുള്ള നമ്മൾ പ്രിക്കോഷണറി സ്റ്റെപ്സ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അത് ഓൺ ചെയ്യാം. ഇതിനകത്ത് ബാറ്ററി എല്ലാം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പുറകിൽ ഇത് മേടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ ഇവിടെയാണ് ബാറ്ററി ഇടേണ്ടത്. ബാറ്ററി ഇട്ട ശേഷം ജസ്റ്റ് ഇതിന് ഓൺ ബട്ടൺ ഉണ്ട് കേട്ടോ. ഒരു ബട്ടൺ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഓൺ ചെയ്യുക. ഓൺ ചെയ്ത ശേഷം ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് നമ്മുടെ വിരലിൽ ഘടിപ്പിക്കുക കേട്ടോ. എൻ്റെ ചൂണ്ടുവിരലിൽ ഘടിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഘടിപ്പിച്ച ശേഷം നമ്മളിപ്പോൾ നമ്മുടെ കൈ അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ അനക്കാതെ വയ്ക്കുക. 1 മിനിറ്റെങ്കിലും വെക്കണം. ഏറ്റവും കൂടുതലുള്ള റീഡിങ്സാണ് എടുക്കേണ്ടത്. ഇതിൽ റീഡിങ്സ് വേരിയേഷൻ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേരിയേഷൻ ആയിക്കൊണ്ടിരിക്കാൻ സാധ്യത കൂടുതലാണ്. ഈ റീഡിങ്സാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ റീഡിങ്സ് എടുക്കുമ്പോൾ അതിൽ 2 റീഡിങ്സ് ഉണ്ട്. ഒന്ന് പൾസ് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞ റേഡിയസ് ഉണ്ട്. ഒരു ഹാർട്ടിൻ്റെ സിമ്പിളൊക്കെ കൊടുത്തിട്ടൊരു /മിനിമം ഒരു സിമ്പിളുണ്ട്. പിന്നെ SpO2 അതാണ് ഓക്സിജൻ ലെവലിൻ്റെ സിമ്പിൾ. SpO2 ആണ്. അതിൽ 2 സിമ്പിൾ കൺഫ്യൂഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം. SpO2 എന്ന് പറയുന്നതാണ് ഓക്സിജൻ ലെവൽ. ഓക്സിജൻ കോൺസെൻട്രേറ്റ് ലെവൽ ഇൻ യുവർ ബ്ലഡ്, ഓക്സിജൻ ലെവൽ ഇൻ യുവർ ബ്ലഡ്. അതിൻ്റെ റേഞ്ച് നോർമലായിട്ട് ഒരു പേഴ്സണ് 95 എങ്കിലും വേണം. ഇപ്പോൾ പറയുന്നത് 97 എങ്കിലും വേണം. 97 97 കൂടുതലായിരിക്കണം. 97 താഴെ പോവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഒരു ദിവസം ഒരു 3-4 ടെസ്റ്റ്, ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ ടെസ്റ്റ് നമ്മൾ എടുക്കണം. ഒരു വാക്കിംഗ് ടെസ്റ്റൊക്കെ ചെയ്തിട്ടും എടുക്കാം. ഒരു കൈകളൊക്കെ ഇങ്ങനെ നനക്കിയ ശേഷം കുറച്ച് റിലാക്സ് ആയ ശേഷവും നമ്മൾ എടുക്കണം. ഓക്സിജൻ്റെ എക്സാക്ട് ലെവൽ നമുക്ക് അറിയാൻ വേണ്ടി. ഏതെങ്കിലും ഒരു കാരണവശാൽ 97 താഴെ പോവുകയാണെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഇൻ കേസ് നമ്മൾ എടുക്കുമ്പോൾ ഓക്സിജൻ ലെവൽ 90ക്ക് താഴെയും പൾസ് റേറ്റ് 95ക്ക് എബോവ് ആണെങ്കിൽ തീർച്ചയായും ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യണം. നിർബന്ധമാണ്. ഡോക്ടറുമായിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യണം. അത് എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും വേണം. എമർജൻസി ആയിരിക്കും. ഇതാണ് ഈ പൾസി ഓക്സോമീറ്ററുള്ള ഇത് ഇത്ര വലുതൊന്നുമല്ല. ഓൺലൈനിൽ നിരവധി കുറേ സൈറ്റുകളുണ്ട്. ഇതിന് വില കുറവിൽ ഇപ്പോൾ നിലവിലത് 1900 രൂപ, 1500 രൂപയുടെ മേലേക്കെയാണ്. പക്ഷേ ഓൺലൈനിൽ കുറേ സൈറ്റുകൾ, അതിൻ്റെ ലിങ്ക് നമ്മൾ തീർച്ചയായും കൊടുക്കുന്നതായിരിക്കും. വിലക്കുറവിൽ ഏതാ കിട്ടുന്നുള്ളത്. നല്ല ബ്രാൻഡായിട്ടുള്ളത് തന്നെ മേടിക്കുക. കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക ഓക്സിജൻ ലെവൽ. ഇത് അസുഖമുള്ളവർക്ക് ഇതിൽ ഭയങ്കരമായിട്ട് ഇത് വേരി ആയിക്കൊണ്ടേ
ഇരിക്കുന്നതായിരിക്കും ഓക്സിജൻ ലെവൽ. നോർമലായിട്ട് ഡോക്ടേഴ്സും സർജിക്കൽ ചെയ്യുന്ന വ്യക്തികളെല്ലാമാണ് യൂസ് ചെയ്യുന്നത് ഓക്സിജൻ ലങ്സിലെ ഹൗ ലങ്സ് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇനിയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂടുതൽ ഡൗട്ടുകൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമുക്ക് മുന്നോട്ട് പോകാം. നമസ്കാരം.